നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ ഷാഫി അന്തരിച്ചു. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരവെ പുലർച്ചെ 12:15 അന്ത്യം സംഭവിച്ചത്. കഴിഞ്ഞ 16-ന് കടുത്ത തലവേദനയെ തുടർന്ന് ചികിത്സ തേടിയ ഷാഫിക്ക് ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയും അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിരുന്നു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു ഷാഫി. മസ്തിഷ്ക രക്തസ്രാവത്തെ തുടർന്ന് വെന്റിലേറ്റർ സഹായത്തോടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആശുപത്രിയിലുണ്ട്. സംവിധായകന് സാധ്യമായ ചികിത്സയെല്ലാം നൽകുമെന്നാണ് ഇന്നലെ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. കല്യാണരാമനും തൊമ്മനും മക്കളും ഉൾപ്പെടെ 18 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. നടൻ മമ്മൂട്ടി ഉൾപ്പെടെ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ ആശുപത്രിയിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചിരുന്നു. മമ്മൂട്ടിയുടെ കരിയറിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ നൽകിയ സംവിധായകനാണ് ഷാഫി. ഷാഫിയുടെ വെനീസിലെ വ്യാപാരി, തൊമ്മനും മക്കളും, ചട്ടമ്പിനാട്, മായാവി തുടങ്ങിയ സിനിമകളിൽ മമ്മൂട്ടിയാണ് നായകൻ. ഇതിൽ 3 സിനിമകളും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. 1995-ൽ ആദ്യത്തെ കൺമണിയിലൂടെ രാജസേനൻ, റാഫി മക്കാട്ടിൻ എന്നിവരുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമാ കരിയർ തുടങ്ങിയ ഷാഫി 2001-ൽ പുറത്തിറങ്ങിയ ജയറാം ചിത്രം വൺമാൻ ഷോയിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായത്. 2002-ൽ പുറത്തിറങ്ങിയ ദിലീപ് ചിത്രം കല്യാണരാമൻ, ജയസൂര്യ ചിത്രം പുലിവാൽ കല്യാണം, മമ്മൂട്ടി ചിത്രങ്ങളായ തൊമ്മനും മക്കളും, മായാവി, ചട്ടമ്പിനാട്, ദിലീപ് ചിത്രം 2 കൺട്രീസ് എന്നിവയെല്ലാം തിയേറ്റർ ഹിറ്റടിച്ച ചിത്രങ്ങളാണ്. 2022-ൽ റിലീസ് ചെയ്ത ഷറഫുദ്ദീൻ ചിത്രം ആനന്ദം പരമാനന്ദമാണ് അവസാനം സംവിധാനം ചെയ്തത്. സംവിധായകനും തിരക്കഥാകൃത്തുമായ റാഫി സഹോദരനും അന്തരിച്ച സംവിധായകൻ സിദ്ദിഖ് അമ്മാവനുമാണ്. കൊച്ചിയിൽ ജനിച്ചു വളർന്ന ഷാഫിയുടെ യഥാർത്ഥ പേര് MH റഷീദ് എന്നാണ്. സംവിധാന ജോഡികളായ റാഫി മെക്കാട്ടിനിലെ റാഫിയുടെ സഹോദരൻ കൂടി. ഇന്ന് അറിയപ്പെടുന്ന നടനാണ് റാഫി. മറ്റൊരു സംവിധായക ജോഡിയായ സിദ്ദിഖ് ലാലിലെ അന്തരിച്ച സിദ്ദിഖ് അമ്മാവൻ. ചേട്ടൻ്റെയും അമ്മാവൻ്റെയും വഴിയെ തന്നെയായിരുന്നു ഷാഫിയുടെ യാത്രയും. പക്ഷേ ഇതൊന്നും ബന്ധുബലത്താൽ അദ്ദേഹം നേടിയെടുത്തത് ആയിരുന്നില്ല. അസിസ്റ്റന്റ് ഡയറക്ടറായി, അസോസിയേറ്ററായി ക്രമാനുഗതമായുള്ള വളർച്ചയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. നിമിഷ നേരങ്ങൾ കൊണ്ട് നർമ്മരംഗങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും അത് ചിത്രീകരിക്കുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ശ്രദ്ധിക്കപ്പെട്ടു. 2001-ൽ വൺമാൻ ഷോ എന്ന ജയറാം ചിത്രത്തിലൂടെയാണ് ഷാഫി സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. റാഫി മെക്കാട്ടിൻ ടീമിന്റെ വ്യത്യസ്തമായ തിരക്കഥയുടെ ബലത്തിൽ ചിത്രം സൂപ്പർ ഹിറ്റായി. ലാലിൻ്റെയും ജയറാമിൻ്റെയും കോമഡികൾ തിയേറ്റർ നിറച്ചു. ടെലിവിഷനിൽ ഹിറ്റായ കോടീശ്വരൻ പരിപാടിയിലേക്ക് ജയിലിൽ നിന്ന് ഒരു തടവുകാരനെത്തി അയാളുടെ അനുഭവം പറയുന്ന വ്യത്യസ്തമായ കഥ മലയാളികൾ ശരിക്കും ആസ്വദിച്ചു. അത് ഒരു ഹിറ്റ് മേക്കറുടെ തുടക്കമായിരുന്നു.